വന്നൂലോ വേഷക്കാരൻ. ഒറ്റപ്പാലത്തൊരു കളിയുണ്ട്, ഒന്ന് പോയാലോന്നിരിക്കുക. ഇങ്ങനെ കളിയായിട്ട് നടന്നാ മതിയോ? അതുകൊണ്ട് എന്താ കാര്യം? കരകയറാൻ വല്ല വഴി നോക്കണ്ടോ കേശവ? നന്ദിനി, അറിഞ്ഞില്ലേ ഇയാളുടെ വിശേഷം? ഇപ്പൊ കുറേശ്ശെ തുടങ്ങിയിരിക്കുന്നു മദ്യപാനം. നേരം കിട്ടുമ്പോ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ. അത് തെറ്റൊന്നുമില്ല. കൂടപ്പുറപ്പ് നന്നായില്ലെങ്കിൽ അതിന് ചീത്തപ്പേര് തനിക്കാ. ഞാൻ പറഞ്ഞു, ഇനി ഇഷ്ടം പോലെ ആവാം. പോയോ? പോയി. എന്താ? പണത്തിനാണെങ്കിൽ നിക്കണ്ട, വല്യേട്ടന് പോകാം. വന്ന് കേറിയുള്ളൂ, അപ്പോഴേക്കും വല്യേട്ടൻ കുടി തുടങ്ങിയല്ലേ? ഇതൊന്നും ഇവിടെ ഇഷ്ടാവില്ലെന്ന് അറിഞ്ഞൂടെ? ഇത് അതിനൊന്നുമല്ല. ആശ ഒറ്റപ്പാലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. നല്ല വേഷ, നളൻ. പൂവാടിക്കാൻ തോന്നുന്നില്ല. പോയിക്കൂടെ? അതിന് വഴിച്ചെലവിന് ഇവിടെ തന്നെ തരണ്ടേ? അതല്ലേ പതിവ്. ഇനിയിപ്പൊ അദ്ദേഹം ഒന്നും തരില്ല. അത്രയ്ക്ക് ദേഷ്യത്തിലാ പോയിരിക്കണേ. ആശാന് വാക്കുകൊടുത്തു പോയി. പൂവാടിക്കാൻ പറ്റണില്ല. കഥയിലെ നല്ല വേഷം, എന്നിട്ടും കാശൊന്നുമില്ല വേഷക്കാരന്. ഇത് എവിടുത്തെ ന്യായം? ഒന്ന് ചോദിക്കായിരുന്നില്ലേ ആശാനോട്? താമരശ്ശേരി ഇല്ലത്തെ ഭദ്രനമ്പൂരിപ്പാടിന്റെ അളിയന് കാശിന് മുട്ടില്ലാന്നാ വെപ്പ്. ഒക്കെ ഒരു നേരം പോക്കാന്നാ കരുതിയേക്കണേ. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോവാറില്ല. എന്നാ ഞാൻ പോയിക്കോളൂ. ഞാനത് ചോദിക്കാൻ മറന്നു. എങ്ങനെയുണ്ട് ഇടത്തേക്ക്? അതറിയണ്ട, അതാ നല്ലത്. ഇത്തിരി കൂടുതൽ തന്നെയാ. എടുത്തി, ഇത് കുടിക്കേ. അതിന്റെ വിഷം കലർത്തിട്ടുണ്ടാവും നീ. എന്നെ കൊന്നിട്ട് വേണമല്ലോ നിനക്ക് ഇവിടെ ആളാവാൻ. ഓരുമ്പട്ടോള്. ബുദ്ധിക്ക് സ്ഥിരമില്ലാത്തന്നറിയാലോ നിനക്ക്. അവരെന്തെങ്കിലും കാണിച്ചു നേച്ച് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? ഇങ്ങനെ തുടങ്ങിയ പിന്നെയും ബന്ധിക്കേണ്ടി വരും. ഒരുവട്ടം ദുശാട്ടി. നന്ദിനി, കുറച്ചൊക്കെ ബഹുമാനാവാം. ഒന്നും മറക്കരുത്, നിനക്ക് മുമ്പേ എന്റെ ഭാര്യയെന്നുള്ള സാവിത്രി. വർഷങ്ങളായിട്ട് തുടങ്ങുക ഈ കിടപ്പ്. എന്തെല്ലാം ചെയ്തു? എന്തെങ്കിലും ഫലം കാണുണ്ടായോ? മറ്റൊന്നും വേണ്ട. താമരശ്ശേരി ഇല്ലത്തിന്റെ മുറ്റത്ത് മനുഷ്യരെപ്പോലെ അവിടെ നടന്നുണ്ടാവും എനിക്ക്. ഏടത്തിയോട് എനിക്ക് ദേഷ്യമുണ്ടായിട്ട് പറഞ്ഞതല്ല. ചിലതൊക്കെ കാണുമ്പോ അറിയാതെ ഞാൻ... മതി, ഇനി ഉറക്കമില്ലാണ്ടാവാൻ അനുമതി. നന്ദി, പോയി കിടന്നോളൂ. തറവാടിന്റെ ദോഷാണ്, ശാപാണ് എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവില്ലേ? നമ്മളായിട്ട് ഒന്നും ചെയ്തില്ല എന്ന് വരരുത്. എന്താ വേണ്ടെച്ച ചെയ്യണം. ദോഷം നന്നേ കാണുന്നുണ്ട്. 9 കേതു, 8 പാപം. ഇവിടെ ഇങ്ങനെ ഒത്തു വന്നിട്ടുണ്ട്. വരാൻ പാടില്ലാത്തതാണ്. ജ്യോതിഷത്തിന്റെ ഫലഭാഗം പിഴയ്ക്കാറില്ല. ഇനിയിപ്പോ തറവാട് നിലനിൽക്കണമെങ്കിൽ ഒരു പരിഹാരമേ ഉള്ളൂ. ഈ മുറ്റത്തൊരു ഉണ്ണി വരണം. പത്നിമാർക്ക് രണ്ടാൾക്കും അതിനുള്ള യോഗം ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ഉണ്ണിയെ ദത്തെടുക്കുന്നതിലും തെറ്റില്ല. അതിനുള്ള തൃപ്തിയും മനസ്സുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. കഴിയില്ല, അത്ര തന്നെ. വേറെന്താ കൽപ്പിക്കാൻ പറയാ കണിയാരോട്? ഇവിടെ കൽപ്പിക്കാൻ ഞാൻ, അനുസരിക്കാൻ നീ. അതിനപ്പുറമൊന്നും വേണ്ട. 14 വർഷം കാത്തില്ലേ? എന്നിട്ടെന്തേ? 7-8 വർഷം കൂടെ ഉണ്ടായിരുന്നല്ലോ താനും. ആദ്യ രാത്രിയിൽ രോമകോമ ദാഹാത്മായി നിൽക്കുമ്പോഴും ഞാൻ ആശിച്ചതൊരു ഉണ്ണിയായിരുന്നു. നാളിതുവരെ അതിന് കഴിഞ്ഞിട്ടുണ്ടോ? ആരെയും കുറ്റപ്പെടുന്നില്ല. വിധി ഇങ്ങനെയൊക്കെയാവും.
എവിടെയാ എപ്പോഴാ വീട് മരിക്കാൻ ആര് കണ്ടു? മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കരയണ്ട. കീഴും മേലും കടിച്ച് പ്രതിവിധി കണ്ടു. ഇനിയിപ്പോ ആരെടുത്താലും ഈ തറവാട്ടിൽ ഉണ്ണി വേണം. ഒരു പരീക്ഷണം. അത് ഈ ഇല്ലത്ത് തന്നെ ആവട്ടെ. വിരോധമില്ല. ഞാനായിട്ട് തടസ്സം നിൽക്കണില്ല. കുഞ്ഞുനായർ പറഞ്ഞ ആ കുട്ടിയെ, പക്ഷേ ഒരപേക്ഷയുള്ളൂ. ഒരമ്മയുടെയും കണ്ണീര് ഈ മുറ്റത്ത് വീടരുത്. ആ ശാപം കൂടി ഏറ്റുവാങ്ങരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന് നിൽക്കുക. ആ മറ്റിനകത്ത് കിടത്തില്ല ഒരാള്. ഓരോ രാത്രിയിലും അവിടെ അനുഭവിക്കുന്ന വേദന. ഒന്നുറങ്ങാൻ ഇശി കണ്ണീര് വേണ്ടിട്ടുണ്ട് തറവാട്ടില്. ഒന്നും അതിനപ്പുറാവില്ല. പറഞ്ഞു കേട്ടിടത്തൊന്നും തെറ്റൊന്നും തോന്നണില്ല. ഇഷ്ടാച്ചാ മതി. പിന്നെ ഞാൻ തന്നിഷ്ടം പ്രവർത്തിച്ചെന്ന് പറയരുത്. പെട്ടെന്ന് അങ്ങ് കേട്ടപ്പോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ തോന്നി അതിൽ തെറ്റൊന്നുമില്ലാന്ന്. ഏടത്തി വല്ലാതെ ചുമക്കണ കേട്ടു. എന്താന്ന് പോയി നോക്കിയതാ. ഒന്നുമില്ല. അനിയത്ത് പോയി കിടന്നോളൂ. ഒന്നുമില്ല. എന്തേ കിടന്നോളൂ. എന്റെ അളിയൻ താമരശ്ശേരിയിലെത്ത രുദ്രൻ നമ്പൂരി. അറിയാലോ തനിക്ക്. പൂത്ത പണുണ്ട് മൂപ്പരടുത്ത്. പറഞ്ഞിട്ടെന്താ, ചോദിച്ചാ നയാ പൈസ തരില്ല. പക്ഷെ ഇപ്പൊ ദിവാരം ചോദിച്ചാ എത്ര വേണമെങ്കിലും അയാൾ എണ്ണിത്തരും. എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചാൽ പണം എണ്ണി തരുമെന്നോ? ഏത് വകുപ്പില്? വകുപ്പുണ്ട്. ഈ കേശവും പറയണത് ശ്രദ്ധിച്ചു കേട്ടോണം. ഡോ, ഇല്ലത്ത് ദത്തെടുത്ത കുട്ടി തന്റെ മകനല്ലേ? ആണല്ലോ. അവനെ കാണാനായിട്ട് 3 ദിവസം കഴിഞ്ഞു. കാര്യസ്ഥന്മാരും ആൾക്കാരും ഇനി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഒക്കെ ദൈവമായിട്ട് കാണിച്ചതെന്നാണ് കൂട്ടിയാൽ മതി. ദാരിദ്ര്യം കൊണ്ടാണെങ്കിലും തന്റെ ഭാര്യയുടെ അച്ഛൻ ചെയ്തു വെച്ച ഒരു കുരുക്കാടോ ഇത്. കുട്ടി അയാൾ ദത്തെടുത്തു എന്ന് വെച്ച് അവൻ തന്റെ ലാൻഡ് ആവോ? ഇടയ്ക്കൊക്കെ ആ കുട്ടിയെ എന്ന് കാണാനുള്ള അവകാശം തനിക്കുണ്ട്. കുട്ടിയെ നഷ്ടപ്പെട്ടെന്ന് പറയാൻ അളിയൻ തിരുമേനിക്ക് പ്രയാസം. കുട്ടിയെ കാണാൻ തനിക്ക് വാശി. രണ്ടും കൂടി ആകുമ്പോ കുഴഞ്ഞില്ലേ അയാള്? ഭർത്താവല്ലേ? ദിവാകരൻ ആ ചേക്കന്റെ അച്ഛനല്ലേ? ആ അവകാശമില്ലെന്ന് പറയാൻ തിരുമേനിക്ക് പറ്റുമോ? ഇത് അങ്ങോട്ട് പിടിച്ചിട്ട് ധൈര്യമായിട്ട് താൻ അങ്ങോട്ട് ചെല്ല്. കൂടെ നാട്ടുകാരുണ്ടാവും.
ഈ ക്യാഷ് ഉണ്ടാകും കുട്ടിക്കോ. ഉണ്ണിയെ കാണാതായിട്ട് 3 ദിവസം കഴിഞ്ഞു. ശരി തന്നെയാണ്, അല്ലെന്ന് പറഞ്ഞില്ലോ ഇവിടാരും. എവിടെയുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ദിവാകരൻ സമാധാനമായിട്ട് പോകും. അതെങ്ങനെ എനിക്ക് മനസ്സമാനം ഉണ്ടാവുക? ഉണ്ണി എന്റെ സ്വന്തം മോനല്ലേ. അവനെ കണ്ടില്ലെന്ന് കേട്ടാ എനിക്ക് ഇരിക്കപ്രതി ഉണ്ടാവുമോ? ഒരു കാര്യം ഞാൻ പറയാം, കുട്ടി എവിടെന്ന് വെച്ചാൽ കണ്ടെത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇല്ലത്ത് തന്നെയാ ഉണ്ണി നഷ്ടപ്പെട്ടത്. അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് ദിവാകരന്റെ അടുത്ത് കൊണ്ടുവരും. എന്നെ വിശ്വസിക്കാം. ചെക്കൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചത്താലോ? എന്താ ഉറപ്പ്? ദിവാര കുടിച്ചുണ്ടോന്ന് ആരോടാണ് ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ കുടിയനാ, കുടുംബം നോക്കാത്തവനാ, ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ തിരുവേലിക്കൊരു തെറ്റ് പറ്റിയാൽ അത് ക്ഷമിക്കാനുള്ള മനസ്സ് ഈ ദിവാരുണ്ട്. കുടിയനാണെങ്കിലും മഴ പെയ്താൽ കിടന്നുറങ്ങാൻ സ്ഥലം വേണ്ട എനിക്ക്. 10 ഓല വെച്ച് കെട്ടാനൊരിടം. തെക്കേ വളപ്പിലെ പുറമ്പോക്ക് വെറുതെ വരക്കല്ലേ, അതിങ്ങ് കിട്ടിയാ മതി. ഇല്ലെങ്കിൽ അതിനുള്ള പണം എനിക്ക് വേണം. പിന്നെ ചെക്കന്റെ കാര്യം ഓർത്ത് തിരുവേലി വിഷമിക്കണ്ട. ചത്തിട്ടില്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കും. അപ്പൊ പറഞ്ഞ പോലെ ദിവാകരനിപ്പോ പോകുന്നു. തീരുമാനം ഉടൻ അറിയിച്ചോണം. അയാൾ ഓരോന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ഇതൊക്കെ ഒരു തടവാ, വേഷം കെട്ടാ. വേണച്ചൽ വക്കീലിനെ എടുത്ത് ചോദിക്കാം. നിയമപരമായിട്ട് എന്തെങ്കിലും. വേണ്ട, ദിവാകരൻ ചോദിക്കുന്നത് കൊടുക്കണം. നന്ദിനി, നീ എന്താ പറഞ്ഞത്? അയാൾ ചോദിക്കുന്നത് എത്ര അച്ഛാ എഴുതി കൊടുക്കണം. ഉണ്ണി നഷ്ടപ്പെട്ടത് ഈ തറവാട്ടിന്നാ. അതിന് പ്രായച്ചിത്തം ആയിക്കോട്ടെ. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവും നമുക്ക്. ആ കുട്ടി ജീവിച്ചിരിക്കുന്നോ അതോ ഒന്നും തിട്ടില്ലല്ലോ. 6-7 വർഷമായില്ലേ ഞാൻ ഈ തറവാട്ടിലേക്ക് വന്നിട്ട്. ഒരു രാത്രിയെങ്കിലും കൂടെ ഇല്ലാതിരുന്നിട്ടുണ്ടോ? എന്നിട്ട് യോഗം ഉണ്ടായില്ല. ദത്തെടുത്ത് ഒരു ഉണ്ണിയെ കൊണ്ടുവരാന്ന് കേട്ടപ്പോ ഭാഗ്യമായിട്ട് തന്നെ കരുതിയത്. അതിൽ പല സന്തോഷം ഉണ്ടാവാനുണ്ടോ? ഒക്കെ വെറുതെ. തറവാട് മുടിയും ഇല്ല അന്യം നിന്നും എന്നൊക്കെ പ്രശ്നം കണ്ടപ്പോ പിന്നൊന്നും ഓർത്തില്ല, ചിന്തിച്ചില്ല. എന്നിട്ട് പെണ്ണുണ്ടായി അട്ടയെ പിടിച്ച് മെത്തേ കിടത്തേ കിടക്കുവോ? രാത്രി ടൗണിൽ വെച്ച് കണ്ടവരുണ്ട് കുറെ തെണ്ടിപ്പിള്ളയുടെ കൂടെ. എന്ന് വെച്ച് അന്വേഷിക്കുന്നില്ല എന്നല്ല അർത്ഥം. ഒന്നുകൂടെ അന്വേഷിക്കാം, എന്നിട്ട് വേണ്ട പോലെ ചെയ്യാം. എന്താ ഇവിടെ ആരെങ്കിലും ചത്തോ? കുറച്ചു ദിവസമായിട്ട് കാണുന്നു. ഇരുന്നാ ഇരുന്നിടത്ത്, കിടന്നാ കിടന്നിടത്ത്. സാവിത്രിക്കൊരു കുഞ്ഞ്. അതോടെ ഞാനങ്ങോട്ട് മാറിപ്പോകുന്നു തനിക്കൊരു തോന്നൽ. ഒരു തരം അസൂയ. അതല്ലേ സത്യം? അതല്ല സത്യം. ഇതുവരെ പറയാത്ത മറ്റൊരു സത്യമുണ്ട്. ഇനി അത് മനസ്സിലിട്ട് നീട്ടാൻ പറ്റില്ല എനിക്ക്. ഇല്ലത്തൊരുണ്ണി പിറക്കാൻ പോകുന്നു. ആ മനസ്സ് ആഹ്ലാദിക്കാണെന്നറിയാം. അത് ഊതിക്കെടുത്താൻ തോന്നണില്ല. അതുകൊണ്ടാ ഇതുവരെ. എന്നുവെച്ചാൽ അർഹതയില്ലാത്തൊരു കുഞ്ഞ് ഈ ഇല്ലത്ത് പിറക്കാൻ പോകുന്നതാണോ? എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവണം, താങ്ങാനുള്ള കരുത്തുണ്ടാവണം ആദ്യം. വിശക്കുമ്പോ എച്ചിലിന് പോലും സ്വാദുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ വിശപ്പിനും അത് ബാധകമാണ്. അതിന് സാക്ഷിയായവളാണ് ഞാൻ.
ദൈവസാക്ഷി. കളി അസലായിരിക്കണു കേശവ, അസലായിരിക്കണു. ഈ സ്റ്റേജിൽ നീ കളിച്ച കളിയെപ്പറ്റിയല്ല പറഞ്ഞത്. ഈ ഇല്ലത്തിന്റെ കരി പിടിച്ച മച്ചിനകത്ത് നീ നടന്ന നടനാണല്ലോ, അസലായിരിക്കണു. അത് നിഷേധിക്കാനാണെങ്കിൽ വേണ്ട. അല്പനേരത്തെ സുഖത്തിനു വേണ്ടി നീ ഹോമിച്ചത് എന്റെ അവളുടെയും ജീവിതം മാത്രമല്ല, അവളുടെ ഉദരത്തിൽ വരുന്ന ജീവനും കൂടിയുണ്ട്. കാളക്കൂറ്റിനേക്കാൾ കഷ്ടമായി പോലടാ. ഇതിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. നിത്യകർമ്മങ്ങൾ അണുവിടാതെ പരിപാലിക്കുമെന്ന ഗുരുകാരണവന്മാരെ സാക്ഷാത്കാരം ഞാൻ പറയുക. കഥകളിയാണ് ഇന്ന് തപസ്യ. ഗതി കിട്ടില്ല, ഒരു കാലത്തും ഗതി കിട്ടില്ല. വീഴണം, എല്ലാം വീഴണം.